നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പിന്തുണ നൽകാൻ PDP തീരുമാനിച്ചിരിക്കുന്നു. അത് PDP മതേതര പാർട്ടിയാണെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെ പറയാൻ തയ്യാറുണ്ടോ എന്നാണ് PDPയുടെ കാര്യത്തിൽ VD സതീശൻ ഇന്ന് ചോദിച്ചത്. നിങ്ങളെ ആ രൂപത്തിൽ മതേതര പാർട്ടിയാണെന്ന് പറയാൻ CPM തയ്യാറുണ്ടോ എന്നൊരു കാര്യത്തോട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്താണ് PDPയുടെ ഒരു പ്രതികരണം? PDPയെ കുറിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളൊക്കെ അതിൻ്റെ മതേതരത്വവും ജനാധിപത്യ സ്വഭാവങ്ങളും യഥാർത്ഥ ബോധത്തോടെ ശരിയാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടല്ലോ. സതീശൻ പറയുന്നത് ആ കാര്യങ്ങളെ ബോധ്യപ്പെടാതെയല്ല, മറച്ചുവെച്ച് സതീശൻ മാറ്റിപ്പറയുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. PDPയുടെ മതേതര സ്വഭാവവും PDPയുടെ ജനാധിപത്യ സ്വഭാവങ്ങളും യഥാർത്ഥത്തിൽ ആദ്യം രുചിച്ചറിഞ്ഞത് കോൺഗ്രസ്സാണ്. അപ്പോൾ PDPയുടെ മതേതരത്വം തെളിയിപ്പിക്കാൻ ആരും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. PDP വളരെ വ്യക്തമായി ഈ രണ്ട് മുന്നണികളെയും ചേർത്ത് വെച്ച് കൊണ്ടുപോയിട്ടുണ്ടവർ, ഇടതുപക്ഷത്തിലും അതിനുശേഷം വലതുപക്ഷത്തും. അപ്പോൾ PDP മതേതര പാർട്ടിയാണോ എന്നുള്ള ചോദ്യത്തിന് മതേതരത്വമായതുകൊണ്ടാണല്ലോ മതനിരപേക്ഷ ചേരിയിൽ ഞങ്ങൾ നിലനിർത്തുന്നത്. പിന്നെ എന്നു മുതലാണ് LDFന് പിന്തുണ കൊടുക്കാൻ, നേരത്തെ UDFനായിരുന്നു എന്ന് പറഞ്ഞു, എന്നു മുതലാണ് LDFിലേക്ക് മാറിയത്? എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? അതായത് ഞങ്ങളുടെ ചെയർമാൻ ജയിലിലായിരുന്ന കാലത്ത് 2001 കാലഘട്ടം മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലം, ആ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചെയർമാൻ്റെ വല്യമ്മ മരണപ്പെട്ടതോടുകൂടി കേരളത്തിലേക്ക് വരാൻ ഒരു അനുവാദം കൊടുക്കും എന്ന ഘട്ടം വന്നപ്പോൾ മഹദിനി കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ കലാപം ഉണ്ടാവും, ഇവിടെ സമാധാനാന്തരീക്ഷം തകരുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഫാക്സ് കൊടുത്തപ്പോൾ അതിൽ മനം നൊന്ത് അന്ന് പിന്തുണ കൊടുത്ത UDFന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത്തരം പ്രയോഗങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഇളവ് കിട്ടി കേരളത്തിലേക്ക് വരാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് കേരളത്തിലെ UDFനുള്ള പിന്തുണ അന്ന് പിൻവലിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിൽ ശക്തമായി നിലയുറപ്പിച്ച് ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ ഇടതുപക്ഷം നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമീപ തെരഞ്ഞെടുപ്പ്